ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലൊരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് ഈ വ്ളോഗ് ഫുള്ളായിട്ടൊന്ന് കാണണേ. ഞാൻ എൻ്റെ ഒരു ഈവനിങ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ വാഷ് ചെയ്യാനിടാനുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടു. അപ്പോഴേക്കും അമ്മ കുറച്ച് പായസം തന്നു. അതും കുടിച്ചതിന് ശേഷം ഞാനൊന്ന് മുറ്റമൊക്കെ അടിച്ച് വരികയാണ്. ഇത് എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. നോർമലി എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ ദേ തൂത്തുകൊണ്ട് നിന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും കൂടെ വന്ന് ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ദേ ഫ്രണ്ട് ഫുള്ള് തൂത്തു, ബാക്കൊക്കെ തൂത്തു ക്ലിയർ ചെയ്തു. അപ്പോഴേക്കും മോൾക്ക് ചായ ഇട്ട് കൊടുക്കാനുള്ള സമയമായി. അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മോളുടെ പേര് കല്യാണി എന്നാണ് കേട്ടോ. അവന്തിക എന്നാണ് അവളുടെ സ്കൂളിലുള്ള പേര്. അവളുടെ വീട്ടിൽ ഞങ്ങൾ വിളിക്കുന്നത് കല്യാണി എന്നാണ്. അപ്പോൾ അവൾക്കുള്ള ചായ റെഡിയായി. വൈകുന്നേരത്ത് പാല് ചേർത്ത ചായ അല്ലെങ്കിൽ പാല് അത് അവൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും താല്പര്യമില്ല ചായയോട്. അതിനുശേഷം ഒരു ആപ്പിൾ കൂടെ ചെത്തി കൊടുത്തു. പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി. എപ്പോഴും അതൊക്കെ ഒന്ന് ക്ലീനായി കിടക്കുന്നതല്ലേ കിച്ചണൊരു ഭംഗി തരുന്നത്. പിന്നെ ഞാൻ മുറ്റത്തോട്ട് വന്ന് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നനയ്ക്കണമായിരുന്നു. ഞങ്ങളിവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ചെടികളെല്ലാം ഇലച്ചെടികളാണ് കേട്ടോ. കൂടുതലും മുകളിലായിട്ടാണ് ഞങ്ങൾ ബൊഗെയിൻ വില്ലയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെടി നനയ്ക്കാൻ പോയ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇതിന് ശേഷം പിന്നെ ഞാൻ മോളുടെ കുറച്ച് യൂണിഫോമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് മെഷീനിലിട്ട് കഴുകാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള തുണികളൊക്കെ ഞാൻ അല്ലാണ്ട് തന്നെ കഴുകി താഴെ തന്നെ ഞാനൊന്ന് വിരിച്ചിടാണ് കേട്ടോ. മോൾ ആ സമയത്ത് ഞാൻ മുറ്റത്തിറങ്ങിയ സമയത്ത് ഓടി പുറത്ത് വന്നു. വെള്ളത്തിൽ കളിക്കാനാണ് ആശാട്ടി പുറത്ത് വരുന്നത്. പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് പോയൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വന്നു. ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ മെഷീനിൽ കിടന്ന തുണിയൊക്കെ ഒന്ന് വിരിച്ചിടണമായിരുന്നു. അപ്പോൾ അതെല്ലാം വിരിച്ചിട്ടു. എല്ലാവരും കൂടെ ഇരുന്ന് മധുരക്കിഴങ്ങൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ചില വീഡിയോസൊക്കെ എടുത്തതൊന്നും റെക്കോർഡ് ഓൺ ആയിട്ടില്ലായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ ദേ വിളക്ക് കത്തിച്ചു, തൊഴുതു. മോൾ കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം അവൾ പഠിക്കാനിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അവളുടെ കൂടെ എപ്പോഴും ഞാനിരിക്കണം. ഹോംവർക്കൊന്നും വലുതായിട്ടൊന്നും കാണാറില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഡെയിലി എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഞാനും എനിക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. എനിക്കും ഒരു എക്സാം വരുന്നുണ്ട്. പിന്നെ ഓഫീസിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ കുറച്ച് നേരം ഇടയ്ക്ക് സംസാരിച്ചിരിക്കും. വൈകുന്നേരം വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോകാറുണ്ട്. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ പോവും. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് കറങ്ങാനായിട്ടൊക്കെ പോകാറുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് രാഹുൽ എന്നാണ്. വിഷ്ണു എന്നാണ് ഞാൻ വിളിക്കുന്നത്. ആൾ വന്നു. കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നേരം മോളുടെ കൂടെ സംസാരിച്ചും കളിച്ചുമൊക്കെ ഇരുന്നു. അതിനുശേഷം രാത്രിയിലത്തേക്കുള്ള ഡിന്നർ പ്രിപ്പയർ ചെയ്യായിരുന്നു. ഡിന്നറിന് ഇന്നൊരു വെറൈറ്റി സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇലപ്പുട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. വിഷ്ണു രാത്രിയിൽ ഗോതമ്പിൻ്റെ ആഹാരം മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോഴേക്കും കല്യാണിക്കുട്ടി ഓടി വന്നിട്ട് അവൾക്ക് എന്നാൽ ദോശ ചുട്ടു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ദോശയുടെ മാവിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ശരി, അവൾക്ക് ദോശ ചുടാമെന്ന് കരുതി. ബാക്കി ഞങ്ങളെല്ലാവരും നോർമലി കഴിക്കുന്ന ചോറാണ് കഴിച്ചത്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾ പുട്ടും ദോശയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു, കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന വീഡിയോസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോഴേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല രുചിയുണ്ടായിരുന്നു. ഇനി അടുത്ത ദിവസം കാണാം.